നമ്മുടെ ഒട്ടനവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വിശുദ്ധ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലും അതുപോലെ തന്നെ മുത്തുനബി തങ്ങളുടെ പല ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. കടം കൊണ്ട് പൊറുതിമുട്ടിയ ഒരാൾ വന്നിട്ട് നബി തങ്ങളോട്, നബിയെ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് നബിയെ, അത് മാറാനുള്ള എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ അയാൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തു, ദുആ പറഞ്ഞു കൊടുത്തു, ചൊല്ലാനുള്ള ദിക്ർ പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ. രോഗിയായി മുത്തുനബി തങ്ങളുടെ അരികിലേക്ക് വന്നു, നബിയെ എനിക്ക് രോഗമുണ്ട്, മാറാൻ തങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം. നബി തങ്ങൾ അതിനുള്ള പരിഹാരം ചെയ്തു കൊടുത്തു. ഇത്തരത്തിൽ ഒരുപാട് പരിഹാര മാർഗങ്ങൾ ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അത്തരത്തിൽ ഖളാ ഉൽ ഹാജത്ത്, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു പരിഹാര മാർഗം, വലിയൊരു ദുആ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിരുന്ന, അവിടുന്ന് പരിചയപ്പെടുത്തിയ ആവശ്യ പൂർത്തീകരണത്തിനുള്ള ഒരു ദുആ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ കൈമുതലാക്കി വെക്കാം. അല്ലാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകട്ടെ. വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് പഠിപ്പിച്ചെന്ന മുത്തുനബി തങ്ങളാണ്. ഒരുപാട് പരിഹാരങ്ങൾ ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്ത് വിഷമം വന്നാലും നമുക്കത് പരിഹരിച്ചു കിട്ടാൻ, എന്ത് പ്രയാസം വന്നാലും അതൊക്കെ നീങ്ങിക്കിട്ടാൻ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടാനുള്ള ഒട്ടനവധി മാർഗങ്ങൾ പരിശുദ്ധമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ ആവശ്യങ്ങൾ നിറവേറാൻ അവിടുന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമല്ല, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഇൻദൽ ഹാജ, നബി തങ്ങൾ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് പതിവായി ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ്. അവിടുന്ന് പതിവാക്കുമായിരുന്നു, ചൊല്ലുമായിരുന്നു. അതായത് അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണമെങ്കിൽ നബി തങ്ങൾ ചൊല്ലിയിരുന്നൊരു ദിക്ർ മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് ഹബീബായ നബി തങ്ങളുടെ ഹദീസിലൂടെ. നമുക്കതൊന്ന് പഠിച്ചു വെക്കണം. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ പല ആളുകളും നമ്മെ വിളിച്ചിട്ട്, എന്നെ വിളിച്ചിട്ടാണെങ്കിലും പേഴ്സണലായിട്ട് പല ആവശ്യങ്ങളും പറയാറുണ്ട്, പല മുറാദുകളും പറയാറുണ്ട്. സാർ ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ ദുആ ഇറക്കണേ, നിങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള ദുആ ചെയ്യണേ എന്ന് നിങ്ങൾ ദുആ ഇറക്കുമ്പോൾ നമ്മളെ ഓർക്കണേ എന്നൊക്കെ ദുആ വസിയത്ത് ചെയ്യാറുണ്ട് അല്ലേ. നമ്മളും പലരോടും ഇത് പറയാറുണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ നിങ്ങളും ദുആ ഇറക്കണേ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ റബ്ബിനോട് ചോദിക്കാനുള്ളൊരു പരിഹാര മാർഗം ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ചു നോക്കില്ല. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ദുആ നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അൽ ഹലീമുൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അൽ അലിയുൽ അദീം. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാതു യാ ഹുവ യാ മൻ ഹുവ 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 യാ മൻ ലൈസ ഹുവ ഇല്ലാ ഹുവ യാ ഹുവ യാ മൻ ലാ ഹുവ ഇല്ലാ ഹുവ. ഈ ഒരു ദിക്ർ നമുക്ക് കുറച്ചൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് ചൊല്ലുക എന്ന് പ്രയാസപ്പെടേണ്ട. നമ്മളത് ചൊല്ലി ഒന്ന് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചൊല്ലി തീർക്കാൻ കഴിയും. അത്രയും എളുപ്പമുള്ളൊരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ ഹലീമുൽ കരീം. لا إله إلا الله وحده لا شريك له العلي العظيم. الحمد لله الذي بنعمته تتم الصالحات يا هو يا من هو 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 يا من ليس هو إلا هو يا هو يا من لا هو إلا هو. അല്ലേ, അള്ളാഹുവിനാണ് ഈ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. അവൻ എന്നുദ്ദേശിക്കുന്ന ആരെയാണ്? റബ്ബിനെയാണ്. റബ്ബിനെ പറ്റിയാണ് ഈ പറയുന്നത്. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വഹ്ദഹു ലാ ശരീക ലഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല. മുത്തനബിതങ്ങൾ ഈ ദുആ ചെയ്യുമായിരുന്നു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഇൻദൽ ഹാജത്തി എന്നാണ് ഹദീസിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നബിതങ്ങൾ അവിടുത്തേക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടേണ്ട സമയം വരുമ്പോൾ നബിതങ്ങൾ ഈ ദുആഇനെ ചൊല്ലാറുണ്ടായിരുന്നു എന്ന്, അവിടുന്ന് പതിവാക്കാറുണ്ടായിരുന്നു എന്ന്. ഹലീമുൽ കരീം, ഹലീമായ കരീമായ മാന്യനായ സഹനശക്തിയുള്ള യജമാനനായ റബ്ബ്, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവനോട് ആരെയും ഞാൻ പങ്കു ചേർക്കുന്നില്ല, അവനൊരു പങ്കുകാരുമില്ല. എന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ അലിയുൽ അദീം. അതന്നെ അർത്ഥം. അലിയുൻ അലീമായ, വണ്ണമുടയവനായ, അതായത് മഹത്വമുടയവനായ, മേലെയായവനായ, എല്ലാത്തേക്കാളും ഉയർന്നവനായ യജമാനനായ റബ്ബ്, അവൻ ഏകനായ ഇലാഹാണ്. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്.
ഔദാര്യം കൊണ്ട് യജമാനനായ റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ടാണ് സ്വാലിഹായ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടുന്നത്. നല്ല കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടുന്നത് അവൻ്റെ ഔദാര്യം കൊണ്ടാണ്. അത്തരത്തിലുള്ള അള്ളാഹുവിനാകുന്ന സർവ്വസ്തുതിയും ഔദാര്യം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ, നമ്മുടെ നല്ല നല്ല മുറാദുകളൊക്കെ പൂർത്തീകരിച്ച് നൽകുന്ന അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. യാ ഹുവ, അല്ലയോ. ഹുവ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലേ? ആയത്തുൽ കുർസി തുടങ്ങുന്ന അങ്ങനെയാണ്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഹുവ എന്ന പദം. അല്ലാഹു ആണ് ആ ഹുവ. അല്ലയോ അല്ലാഹുവേ. യാ മൻ ഹുവ 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 യാ മൻ ലൈസ ഹുവ ഇല്ലാ ഹുവ, അവനല്ലാത്ത മറ്റൊരു ഇലാഹില്ല. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം അത് തന്നെയാണ്. അവനല്ലാത്ത മറ്റൊരവനില്ല എന്ന് പറഞ്ഞാൽ അവനല്ലാത്ത മറ്റൊരു ഇലാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് നൽകാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അല്ലാഹുവല്ലാത്ത മറ്റൊരു ഇലാഹ് ഞങ്ങൾക്കില്ല. യാ മൻ ഹുവ ലാ ഹുവ ഇല്ലാ ഹുവ, അല്ലാഹുവല്ലാത്ത മറ്റൊരാളില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ പറയുന്ന അതേ വാചകത്തിൻ്റെ മഅന, അർത്ഥം തന്നെയാണ്, ആശയം തന്നെയാണ് ഈ പറഞ്ഞ വാചകങ്ങൾക്കുള്ളത്. പക്ഷേ ലഫ്ലുകൾ, പദങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. നമുക്ക് ചൊല്ലാൻ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ്, ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് ചൊല്ലി നോക്കൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചൊല്ലുന്ന ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകുമെന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അവിടുത്തേക്ക് ആവശ്യം വന്നപ്പോൾ അവിടുന്ന് ചൊല്ലിയിരുന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കും ആവശ്യങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ മുറാദുകൾ ഹാസിലാകാനുണ്ടെങ്കിൽ ഈ ദുആ ഇങ്ങനെ ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു എനിക്ക് ഇന്ന മുറാദുകളുണ്ട്, നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ആ സങ്കടങ്ങളൊക്കെ തീർത്തു തരണേ അല്ലാഹ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകണേ എന്ന് ഇങ്ങനെ ദുആ ചെയ്യാൻ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കൂടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരുമാറാട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും പ്രശ്നപരിഹാരത്തിന് വേണ്ടി വിളിക്കുന്നവരുണ്ട്, മെസ്സേജ് അയക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കുമാറാകട്ടെ, സങ്കടങ്ങളൊക്കെ തീർക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇനി കോൾ ചെയ്യുന്നവരുണ്ട് എങ്കിൽ വിളിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒഴിവുള്ള സമയമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അല്ലാഹു നമ്മൾ ഈ ചെയ്തു തരുന്ന പരിഹാരങ്ങൾ, ഈ പറഞ്ഞു തരുന്ന പരിഹാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫലം ലഭിക്കുന്ന അമലുകളായ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.